നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പരാതി ഉന്നയിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുകയാണ് പതിവ്. സാധാരണക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നീതി കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി അഥവാ ആഭ്യന്തരമന്ത്രിയെ സമീപിക്കുകയാണ് പതിവ്. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്നലെ PV അൻവർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഇതാ ഒരു നമ്പർ, ഒരു വാട്സാപ്പ് നമ്പർ പങ്കുവെച്ചുകൊണ്ടാണ് അൻവറിൻ്റെ കുറിപ്പ്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ അവർക്ക് വേണ്ടി പോരാടും. ഭരണപക്ഷ MLAയുടെ പ്രഖ്യാപനമാണിത്. കേരള പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ ഞാൻ നൽകിയ പരാതിയിൽ നീതിപൂർവമായ നടപടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെന്നും ഒരു ഭരണകക്ഷി MLA പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന CPM പാർട്ടിയുടെ പിന്തുണയിൽ വിജയിച്ച സ്വതന്ത്രനാണ് PV അൻവർ. എങ്കിലും ഇടതുപക്ഷ പോരാളി. മരണം വരെ CPM-കാരനായിരിക്കുമെന്നൊക്കെ നേരത്തെ ഫേസ്ബുക്കിൽ പ്രഖ്യാപിച്ചിരുന്നു അൻവർ. അതേ അൻവർ ഇതാ ആഭ്യന്തരമന്ത്രിക്കെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ഭയപ്പെട്ട് പുറത്തു പറയാത്ത സംഭവങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരമാണിതെന്ന് PV അൻവർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. നേരത്തെ KT ജലീൽ സമാനമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവ ഉന്നയിക്കാൻ ഒരു പോർട്ടൽ തുടങ്ങുമെന്നായിരുന്നു KT ജലീലിൻ്റെ പ്രഖ്യാപനം. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് KT ജലീലിനെ എടുത്തൊടുത്തു. ജലീലിൻ്റെ സ്റ്റാർട്ടപ്പ് ഇവിടെ ആവശ്യമില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. ഒരു വശത്ത് PV അൻവർ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. എന്നാൽ അൻവറിനെതിരെ ചെറുവിരലനക്കാൻ ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ ഭയപ്പെട്ടു. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PV അൻവറിനെ നിശ്ചിതമായി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു പിന്നിൽ കളിച്ചത് MV ഗോവിന്ദനും പിണറായി വിജയനുമാണ്. ആദ്യഘട്ടത്തിൽ PV അൻവറിന് പിന്നിൽ MV ഗോവിന്ദൻ്റെ ഇടപെടലുകളുണ്ടോ എന്ന സംശയം കേരളത്തിൽ ചിലർക്കുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഇന്നലെ MV ഗോവിന്ദൻ PV അൻവറെ എടുത്തൊടുത്തു. അതിന് തൊട്ടു പിന്നാലെയാണ് PV അൻവർ ആ കളി കളിച്ചത്. സാക്ഷാൽ ആഭ്യന്തരമന്ത്രിക്കും മീതെ PV അൻവറിൻ്റെ പോസ്റ്റ്. ആഭ്യന്തരമന്ത്രി എന്താ മരവാഴയാണോ എന്ന് അൻവറിൻ്റെ താഴെ ആളുകൾ കമൻറ്റുകൾ ഇടുന്നു. പോലീസിലെ ഒരു ചെറിയ വിഭാഗം നടത്തിയിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെപ്പറ്റി വിവരം നൽകാൻ കഴിയുന്ന ആളുകൾ ധൈര്യത്തോടെ മുൻപോട്ട് വരികയാണ് വേണ്ടത്. ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്കാവശ്യമായ സഹായങ്ങളും സുരക്ഷയും നമ്മൾ നൽകും. ഇങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറായവർക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഒരു വാട്സാപ്പ് നമ്പർ പങ്കുവെച്ചുകൊണ്ടാണ് MLAയുടെ ഈ കീച്ച്. തൊട്ടു പിന്നാലെ MLAക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് MV ഗോവിന്ദനും ഉയർത്തിയത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മരവാഴയാണോ എന്ന ആളുകളുടെ ചോദ്യം. അത്തരം കമൻറ്റുകൾ കാണാൻ വിധിക്കപ്പെടുകയാണിപ്പോൾ സർക്കാർ. KT ജലീലിനും PV അൻവറിനും എന്തുപറ്റി? ഇവർക്ക് പിന്നിൽ ചരട് വലിക്കുന്നത് ആരാണ്? കാരാട്ട് റസാക്കിനെ പോലെയുള്ളവർ ഇവർക്ക് കട്ട പിന്തുണയുമായി പിന്നാലെ കൂടിയിരിക്കുന്നു. മുൻപൊക്കെ കേരളത്തിൽ 2 ADGP-മാർക്ക് കൃത്യമായി ഉത്തരമേഖലയും ദക്ഷിണമേഖലയും വീതിച്ചു നൽകിയിരുന്നു. ഇപ്പോൾ ഉത്തരമേഖലയ്ക്കും ദക്ഷിണമേഖലയ്ക്കുമായി ഒരൊറ്റ ADGP ക്രമസമാധാന പാലനത്തിന്. അതാണ് ADGP അജിത് കുമാർ. ഇടയ്ക്ക് അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊക്കെ പിണറായി വിജയന് വേണ്ടിയാണ് എന്ന് കേരളത്തിൽ അക്ഷരം കൂട്ടിവായിക്കുന്നവർക്കെല്ലാം അറിയാം. എന്നാൽ അജിത് കുമാറിനെതിരെ എന്തുകൊണ്ടാണിപ്പോൾ PV അൻവറിൻ്റെ ഒളിയുദ്ധം? അതിന് ചില മലബാർ നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞതാണെന്നും ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികളുമൊക്കെ കടുത്ത അഴിമതിക്കാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരും കൊലപാതകികളുമാണ് എന്ന് അൻവറിനെ പോലെയുള്ളവർ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ക്ഷതം പൂർണ്ണമായി ഏൽക്കേണ്ടി വരാൻ വിധിക്കപ്പെട്ടത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക്. അവിടെയാണ് പിണറായി വിജയൻ നിലത്ത് കിടന്ന് ഉരുളുന്നത്. അൻവർ ബുദ്ധിപൂർവ്വം കളിക്കുന്നു, എല്ലാം പിണറായി വിജയൻ്റെ പിന്തുണയോടെ എന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പിന്തുണ ലഭിക്കാതെ വന്നതോടെ അൻവർ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് P ശശിക്കെതിരെയും ADGP-ക്കെതിരെയും കൃത്യമായ കരുക്കൾ നീക്കി അൻവർ കളിച്ചു തുടങ്ങിയത്. എന്നാൽ P ശശിയെ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർത്ത് പിടിച്ചു. P ശശിയുടെ ഭാഗത്ത് തെറ്റുകളില്ല എന്ന് MV ഗോവിന്ദൻ പരസ്യമായി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു.
പാർട്ടി നൽകിയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ യാതൊരുവിധ ആരോപണങ്ങളും തൻ്റെ മുന്നിലില്ല എന്ന് പിണറായി വിജയനും സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. ADGP അജിത് കുമാറിനെതിരെ യാതൊരുവിധ ആരോപണങ്ങളും സർക്കാരിൻ്റെ മുന്നിലില്ല എന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയൻ പറയുമ്പോൾ പൂർണ്ണമായി. ADGP അജിത് കുമാറിനെയും P ശശിയെയും തങ്ങൾ കൈവിടില്ല എന്ന സന്ദേശം പാർട്ടിക്ക് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളിലൂടെ PV അൻവറിനെതിരെ പൊട്ടിത്തെറിച്ചത്. PV അൻവറിനോട് ശൈലി മാറ്റാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. ആഭ്യന്തരം ഭരിക്കുന്നത് മരവാഴകളാണോ എന്ന ചോദ്യം. ADGP അജിത് കുമാറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരനും കൊലപാതകിയുമാക്കി മാറ്റിയതിനു പിന്നാലെ P ശശിക്കെതിരെയും കരുക്കൾ നീക്കിയ അൻവർ, എന്നാൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകിയ കത്തിൽ P ശശിയുടെ പേര് പരാമർശിക്കുന്നേയില്ല. ഇക്കാര്യം ഇന്നലെ പച്ചയ്ക്ക് തുറന്നടിച്ചു MV ഗോവിന്ദൻ. മാധ്യമങ്ങളിൽ വിളിച്ചുകൂവുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് നൽകിയ പരാതിയിലില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ആകെ കുളമായിപ്പോയി PV അൻവറിന്റെ നീക്കങ്ങൾ. PV അൻവർ, KT ജലീൽ, അതിലപ്പുറം കാരാട്ട് റസാഖ്, കരിപ്പൂരിലെയും കണ്ണൂരിലെയും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാണ് ഇവരുടെ മുഖ്യ വിഷയം. ഡാൻസ് അപ്പ് സംഘത്തിനെതിരെയാണ് ആരോപണങ്ങൾ അത്രയും. സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് അവരുടെ ഇഷ്ടവിഷയം. ഇവിടെ ചില സംശയങ്ങൾ കേരളത്തിൽ കത്തുന്നു. ADGP അജിത് കുമാർ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, കള്ളക്കടത്തിന്റെ ഭാഗമായി ചിലരെയൊക്കെ കൊന്നൊടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യമൊന്ന് കേരളം പതറി. എന്നാൽ ആരോപണം ഉന്നയിച്ചവരോട് തെളിവുകൾ ഹാജരാക്കാൻ പിണറായി വിജയനും സർക്കാരും ആവശ്യപ്പെട്ടപ്പോൾ അവർ നിന്ന് പരുങ്ങുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. എടവണ്ണയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട റിദാൻ ബാസിലിന്റെ മരണത്തിൽ പോലീസിന് പങ്കുണ്ട് എന്ന് ഇന്നലെയും അൻവർ ആരോപിച്ചു. രാത്രി 10 മണി കഴിഞ്ഞാൽ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് കടകൾ പ്രവർത്തനാനുമതി നൽകാതെ ഉത്തരവിറക്കിയത് സുജിത് ദാസാണ്. സുജിത് ദാസിനെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന ആരോപണവുമായി ഇന്നലെ റിപ്പോർട്ടർ TV കളത്തിലിറങ്ങി. വൈകുന്നേരത്തോടെ കാര്യങ്ങൾ വ്യക്തമായി. ഹുക്കപ്പ് ചെയ്ത ഒരു പീഡനകഥയാണ് റിപ്പോർട്ടർ TVയിലൂടെ കേരളം കേട്ടത് എന്ന് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ തുറന്നടിച്ചു. മുട്ടിൽ മരമുറി കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയ VV ബെന്നിയെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വീഴിക്കാനായി ഹുക്കപ്പ് ചെയ്ത ഒരു ലൈംഗിക പീഡന ആരോപണം. ഈ പീഡനാരോപണത്തിൻ്റെ പിന്നിലും അൻവറിൻ്റെ കൈകളുണ്ടായിരുന്നു എന്നത് കാര്യങ്ങൾ കൂടുതൽ നിഗൂഢമാക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലുമൊക്കെ യഥേഷ്ടം നടക്കുന്നു കരിപ്പൂർ കേന്ദ്രീകരിച്ച്. അവിടെ കൊലപാതകങ്ങളും അരങ്ങേറുന്നു. ഇതിനു പിന്നിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അതാണ് കേരളം അറിയേണ്ടത്. ADGP അജിത് കുമാർ യഥാർത്ഥത്തിൽ പ്രതിയാണോ? ആ കൊള്ളസംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ആരൊക്കെയാണ്? PV അൻവർ വെടിപൊട്ടിച്ചത് വെറുതെയല്ല എന്നർത്ഥം. അൻവർ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമായിരുന്നു ADGP അജിത് കുമാറിനെയും P ശശിയുമൊക്കെ ചേർന്ന ഈ സംഘം. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ADGP MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച പരാതിയിൽ സർക്കാരിന് മുന്നിൽ യാതൊരു തെളിവുകളും ഇപ്പോഴില്ല എന്ന് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ കട്ടയ്ക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് അന്വേഷണത്തിന് ശേഷം നടപടി എന്ന് തീരുമാനമെടുത്തത്. അൻവർ നൽകിയ കത്തിൽ വസ്തുതാപരമായി എന്തെങ്കിലുമുണ്ടെങ്കിൽ ഗൗരവത്തോടെ ഞാൻ പരിശോധിക്കും. സർക്കാരിന് ഇതിലൊന്നും ഒളിച്ചു വയ്ക്കാനില്ല എന്ന് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമാക്കി. സൂപ്പർ ആഭ്യന്തര വകുപ്പ് കളിക്കുകയാണ് ഇപ്പോൾ PV അൻവർ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ അറിയിക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വെട്ടിനിരത്തൽ, സർക്കാരിനെ നിരന്തര പ്രതിസന്ധിയിലാഴ്ത്തുക. ഇന്നലെ വൈകുന്നേരം അൻവർ ഒരു വെടികൂടി പൊട്ടിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ പരാതി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകുമെന്നാണ് ഇന്നലെ അൻവർ പറഞ്ഞത്. അതും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ. P ശശിക്കെതിരെ യാതൊരുവിധ ആരോപണങ്ങളും അൻവർ മുഖ്യമന്ത്രിക്കും തനിക്കും നൽകിയ പരാതിയിൽ ഉന്നയിച്ചിട്ടില്ല എന്നാണ് MV ഗോവിന്ദൻ വിശദമാക്കിയത്. അതിന് പിന്നാലെ അൻവർ പറഞ്ഞു, ചില കേസുകൾ അട്ടിമറിച്ചതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അത് നടപടിയെടുക്കാനായി P ശശിക്ക് തന്നെ നൽകും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ പരസ്യമായി പറയേണ്ടി വന്നത്. ഇതിൽ പരം എന്ത് അപമാനമാണ് ഇനി പിണറായി വിജയൻ ഏൽക്കാനുള്ളത്? ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് പിണറായി വിജയൻ മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത്. കാരണം അത്ര വലിയ മരവാഴകളാണ് കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് അൻവറിനെ പോലെയുള്ളവർ പച്ചയ്ക്ക് പറയുന്നു. ADGP അജിത് കുമാറും RSS നേതാവും തമ്മിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച അത് ആർക്കു വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാകും വരും ദിവസങ്ങളിൽ. ADGPയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നലെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അജിത് കുമാറിൻ്റേത് ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് വ്യക്തമാക്കി. അവിടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്.
ADGP അജിത് കുമാറിന്റെ സന്ദർശനം പിണറായി വിജയന് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ ആരോപിക്കുമ്പോൾ അതിൽ ചില വസ്തുതകളില്ലേ എന്ന് കേരളവും തിരിയുന്നു. PV അൻവർ ADGP അജിത് കുമാറിനെതിരെ യുദ്ധം നടത്തുന്ന ഓരോ വേളയിലും അത് ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനെ തന്നെ. ആഭ്യന്തര വകുപ്പിനിട്ട് തന്നെയാണ് PV അൻവറിന്റെ ഓരോ പണിയും ചെന്നേൽക്കുന്നത്. മാധ്യമങ്ങളിൽ പരസ്യമായി പറയാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയാൽ ഒരു ചുക്കും നടക്കില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു ഇന്നലെ PV അൻവർ. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ തന്നോട് ക്ഷമിക്കുക. നാട്ടുകാരോടൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പാർട്ടി കേട്ടിട്ടുണ്ട്. പക്ഷേ എഴുതി കൊടുത്ത പരാതിയിൽ P ശശിയുടെ പേരില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും ശശിയുടെ പേരില്ല. അത് വിട്ടുപോയതല്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയിലാണ് പാർട്ടി സെക്രട്ടറിക്കും നൽകിയത്. സെക്രട്ടറി പറഞ്ഞതാണ് വാസ്തവം. പരസ്യമായി ഞാൻ പറഞ്ഞത് പാർട്ടി സംവിധാനത്തിനെതിരാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ഇത് പറഞ്ഞത്. പാർലമെന്ററി യോഗം ഇനി അടുത്ത നിയമസഭാ യോഗത്തിന് മുൻപ് മാത്രമേ നടക്കൂ. അതുവരെ കാത്തിരിക്കാനാവില്ല തനിക്ക്. അതുകൊണ്ടാണ് പരസ്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് നോക്കി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറും. അതിലൊരു ചുക്കും നടക്കില്ല. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതിൽ എൻ്റെ പാർട്ടി പ്രവർത്തകർ എന്നോട് ക്ഷമിക്കുക. പാർട്ടി പ്രവർത്തകർ അൻവറിനോട് ക്ഷമിക്കുക. എന്നാൽ MV ഗോവിന്ദനും മുഖ്യമന്ത്രിക്കുമുള്ള മറുപടി കൃത്യമായി PV അൻവർ ഇന്നലെ കൊടുത്തിരിക്കുന്നു. പുഴുക്കുത്തുകളെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഞാൻ. ഇതാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതിയും ദുരനുഭവങ്ങളുമൊക്കെ തൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ പങ്കുവച്ച പോസ്റ്റിൽ അൻവർ കുറിച്ചത്. പോലീസിലെ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടവർ, കുറ്റവാളികളാക്കപ്പെട്ടവർ, കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടവർ, ഇല്ലാത്ത MDMA കേസുണ്ടാക്കി സുജിത് ദാസും സംഘവും ജയിലിൽ അടയ്ക്കപ്പെട്ടവർ, കണ്ടെടുത്ത മുതൽ കട്ടെടുത്തവർ, MR അജിത് കുമാർ അടക്കമുള്ളവർ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഒരുപാട് കോളുകൾ തനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്സാപ്പ് പോയിന്റ് തുടങ്ങുകയാണ് എന്ന് PV അൻവർ. ഇതിൽ പരം എന്ത് അപമാനമാണ് ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടാനുള്ളത്? PV അൻവർ പിണറായി വിജയനെ എടുത്തിട്ട് പൊരിക്കുന്ന കാഴ്ച. കഷ്ടം തന്നെയല്ലേ CPMന്റെ അവസ്ഥ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.